രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ പുതിയ പരാതിക്കാരിയുടെ മൊഴി അതീവ ഗുരുതരമാണ്. ക്രൂരബലാത്സംഗം കൂടാതെ സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും പ്രവാസിയായ യുവതിയുടെ മൊഴിയുണ്ട്. ഗർഭചിത്രം നടത്തിയ ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് രാഹുൽ സഹകരിച്ചില്ല. പരാതി നൽകിയാൽ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റും പോലീസിന് ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാമത്തെ യുവതിയുടെ മൊഴി വിവരങ്ങളാണ് പുറത്തുവന്നത്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്താണ് താനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. വിവാഹം വേർപിരിയണമെന്നും തന്നെ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിക്കുകയും ചെയ്തു. പിന്നീട് നേരിൽ കാണണമെന്നും ആവശ്യപ്പെട്ടു. റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകനായതിനാൽ അവിടം പറ്റില്ലെന്നും ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാനും നിർദ്ദേശിച്ചു. റൂമിലെത്തിയ ഉടൻ ഒരു വാക്കുപോലും പറയുന്നതിന് മുന്നേ തന്നെ കടന്നാക്രമിച്ചു. ക്രൂരമായ ലൈംഗിക ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. മുഖത്തടിക്കുകയും തുപ്പുകയും ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാകുകയും ചെയ്തു. ഓവലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്നായിരുന്നു അധിക്ഷേപം. ഇതിൽ മനംനൊന്ത് DNA പരിശോധനയ്ക്കായി പോയെങ്കിലും രാഹുൽ സഹകരിച്ചില്ല. അബോർഷൻ വിവരം പറയാൻ വിളിച്ചപ്പോൾ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെനി നൈനാനെ വിവരം അറിയിച്ചെന്നും മൊഴിയിൽ പറയുന്നു. രാഹുൽ നടത്തിയ സാമ്പത്തിക ചൂഷണവും യുവതിയുടെ മൊഴിയിലുണ്ട്. പാലക്കാട് രാഹുൽ ഫ്ളാറ്റ് വാങ്ങാൻ ആവശ്യപ്പെട്ട ചാറ്റുകളും പോലീസിന് ലഭിച്ചു. വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. പരാതിയുമായി താനും മുന്നോട്ടു പോകുമെന്ന് മനസ്സിലാക്കി രാഹുൽ ഭീഷണിപ്പെടുത്തി. സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു. വിദേശത്തുള്ള യുവതിയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴിയാണ് രേഖപ്പെടുത്തിയത്. നാട്ടിലെത്തിയാൽ ഉടൻ രഹസ്യമൊഴിയും നൽകും. മീഡിയ 1 പാലക്കാട്.